Alhamdulillah, usalli wa sallim ala nabiyina Mustafa Muhammadin sallallahu alaihi wasallam wa ala alihi wa sahbihi ajma'in, amma ba'd. A'udhu billahi minash shaitanir rajim. Bismillahir rahmanir rahim. സൂറ അൽ-ഹജ്ജ് 32ാമത്തെ ആയത്തിന്റെ വിശദീകരണം നോക്കൂ നിങ്ങൾ. ലാലിക, അതാണ് കാര്യം. ആരെങ്കിലും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ ആദരിക്കുകയാണെങ്കിൽ നിശ്ചയമായും അത് മിൻ തഖ്വൽ ഖുലൂബ്, അവന്റെ ഹൃദയത്തിലുള്ള സൂക്ഷ്മതയാണതിന് കാരണം. അവന്റെ ഹൃദയത്തിലുള്ള സൂക്ഷ്മതയിൽ നിന്നാണ് അത് വരുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നോക്കൂ നിങ്ങൾ, മുൻ ആയത്തിൽ വിശദീകരിച്ചതുപോലെ മൃഗങ്ങൾ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളാണ്. സൂറ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പഠിപ്പിച്ചെന്ന പോലെ ഇന്ന സ്വഫാ വൽ മർവത മിൻ ശആഇരില്ലാഹ്, സഫയും മർവയും അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാകുന്നു. അതുപോലെ പൊതുവായി പറയുകയാണെങ്കിൽ മഖാം ഇബ്രാഹിം അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ടതാണ്. ഹജറുൽ അസ്വദും അതുപോലെ കഅബയും കഅബയുടെ വാതിലുകളും അതുപോലെ സംസം കിണറും ഒക്കെ അല്ലാഹുവിന്റെ ചിഹ്നങ്ങളിൽപ്പെട്ട തന്നെ. അത് മാത്രമല്ല, എല്ലാ കാര്യങ്ങളും അപമാനിക്കപ്പെടുന്ന മതചിഹ്നങ്ങളായി അറിയപ്പെടുന്ന മുഴുവൻ കാര്യങ്ങളും അതൊക്കെയും അല്ലാഹുവിന്റെ ചിഹ്നങ്ങൾ തന്നെയാണ്. അതിനൊക്കെ ബഹുമാനിക്കേണ്ടതാണ്, ആദരിക്കേണ്ടതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആരെങ്കിലും അതിനെ അനാദരിക്കുകയാണെങ്കിൽ അങ്ങേയറ്റം കൊടിയ ഒരു ശിക്ഷക്ക് അവൻ പാത്രീഭൂതനാകുകയും ചെയ്യും. നോക്കൂ നിങ്ങൾ, ഇനി ഒരിക്കലും നമ്മൾ അന്യ മതസ്ഥരുടെ ചിഹ്നങ്ങളെ നമ്മൾ ആദരിക്കാനോ ബഹുമാനിക്കാനോ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. ഹദീസിൽ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ, ഏതെങ്കിലും ഒരു വ്യക്തി ഒരു ജനതയുമായി സദൃശ്യപ്പെടുകയാണെങ്കിൽ ഫഹുവ മിൻഹും, അവൻ അവരിൽപ്പെട്ടവനാകുന്നു എന്നാണ്. ക്രൈസ്തവ മതത്തിന്റെ ആചാരങ്ങളാകുന്ന വല്ല തരത്തിലുള്ള ചിഹ്നങ്ങളുമായി നാം അതുമായി ബന്ധപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും യഹൂദമതം അല്ലെങ്കിൽ ഏതെങ്കിലും അറിയപ്പെടുന്ന മതചിഹ്നങ്ങളുമായി നാം ബന്ധപ്പെടുകയാണെങ്കിൽ അതിനെ ബഹുമാനിക്കുക, ആദരിക്കുക, അത് വലിയൊരു കാര്യമായി നാം കൊണ്ടുനടക്കുകയാണെങ്കിൽ നാം അവരിൽപ്പെട്ടവനാകുന്നു എന്നാണ് അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. അതാണ് നാം ഇവിടെ പ്രത്യേകമായി അനുസ്മരിച്ച് പഠിക്കേണ്ടത്. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരിച്ച് ബഹുമാനിച്ച് അവന്റെ ചിഹ്നങ്ങളായി നമുക്ക് പഠിപ്പിച്ച മുഴുവൻ കാര്യങ്ങളെയും നാം ആദരിക്കേണ്ടതാകുന്നു, ബഹുമാനിക്കേണ്ടതാകുന്നു. നാം ഒരിക്കലും അതിനെ നിന്ദിക്കാൻ പാടില്ല, പുറകിലേക്ക് വലിച്ചെറിയാൻ പാടില്ല. ഇതൊക്കെയാണ് നമുക്ക് നൽകുന്ന അധ്യാപനം. അതൊക്കെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് മിൻ തഖ്വൽ ഖുലൂബ്, അവന്റെ ഹൃദയത്തിലുള്ള ഭക്തിയാണ് അത് സൂചിപ്പിക്കുന്നത്. അവന്റെ ഹൃദയത്തിൽ നിന്നുള്ള ഭക്തിയിൽ നിന്നാണ് അത് വരുന്നത്. അത് സൂക്ഷ്മതയിൽ നിന്ന് വരുന്നതാണ്. അല്ലാഹുവിനെ പറ്റിയുള്ള പേടിയിൽ നിന്നും വരുന്നതാണെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിശദീകരിച്ചിരുന്നത്. ഇത്രയുമാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുക. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.